ചന്ദ്രു ഇവിടെ കളവാണി കണ്ണീരാ എടാ മോനെ ലൈറ്റർ ഉണ്ടോടാ? എടാ മോനെ ലൈറ്റർ ഉണ്ടോടാ? എടാ അല്ല പിച്ചക്കാരൻ പിച്ചക്കാരനാണ്. ഹലോ ബ്രോ, എടാ 5 രൂപയുള്ള അപ്പുറത്തെ ഇപ്പൊ കറക്റ്റ് പുഷ്പൻ എത്തി. പുഷ്പൻ അല്ല ബ്രോ ബ്രോ മോനെ ബ്രോ 5 ചന്ദ്രനാ ബ്രോ 5 രൂപയ്ക്ക് 10 രൂപയുടെ കിട്ടും കേട്ടോ. ഓ അവിടെ ലൈറ്റർ കാണും. വെള്ള ഇട്ട് ഇത് സേതുവിന്റെ പോനാ നീ. എടാ നിർത്തടാ. എടാ ദേ നിങ്ങനെ പുഷ്പനാണ്. ആ ഹെൽമെറ്റ് പുഷ്പനാണ്. ഇത് എങ്ങനെയല്ല ഈ ഹെൽമെറ്റ് വെച്ചാ പുഷ്പനാണാടാ. ഇത് തങ്കൻ. എടാ മോനെ കണ്ണാപ്പി ഈ ഹെൽമെറ്റ് വെച്ചാ പുഷ്പനാണാ. അമ്പാനാ പുഷ്പ ചന്ദ്രു ഇതാണ് പുഷ്പൻ. ഏത് ഇത് അത് ഏത് 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 അലയാ പുഷ്പ രംഗു തങ്കൻ എവിടെ? തങ്ക കേറ് വണ്ടിയില്. അലയാ വലിയ കാറട് മോനെ ഇവനെയൊക്കെ അടിച്ച് ഓടിക്കുന്നു. അവനെ കേരടിച്ചോട് ഞാൻ കേറ്റാം. അമ്പാൻ കാരി അടിച്ച് കേറാനാ പറഞ്ഞ. നീ ഒന്ന് ഇറങ്ങ് മോനെ വണ്ടി കേട്ട് മോനെ വണ്ടി തറയില്ലെങ്കിൽ പഠിച്ചോളൂ. അലയ വലിയ വണ്ടി മോനെ ഇതാരീ ബൈക്കാരൻ. പാണ്ടി 50 രൂപ പാണ്ടിയുടെ മുടി ഉണ്ടാ തിരിച്ച് അതുപോലെ കൊണ്ടുവിടാ. തിരിച്ച് അതുപോലെ കൊണ്ടുവിടാ. കണ്ട് നിന്റെ കേട്ടാ മുടി ഇപ്പൊ വാർന്ന് പറഞ്ഞല്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ വാർന്ന് പറഞ്ഞില്ലേ. അല്ലെങ്കിൽ നീ ഇപ്പൊ എന്നെ അങ്ങ് ഉണ്ടായി കളയാ. നിന്നെ പൂളിത്തള്ള പറഞ്ഞ പൂളി ചത്തില്ല ഇപ്പഴും ഉണ്ടാ. അങ്ങനെയൊക്കെ വിളിച്ചാ കൊണ്ട് ഇന്നലെ ഞാൻ അങ്ങനെ വിളിച്ചാണ് ഞാൻ കുറച്ചു ദിവസം ഇരിക്കാൻ പോകുന്നത്. കൃഷ്ണ നിന്നെ ഞാൻ എവിടെ ഈ എച്ചവലുള്ള പ്രശ്നമുണ്ടാ? മുട്ടി അല്ല കൊറേ നേരമായിട്ട് മറ്റേ അവന്മാർ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. വേണ്ട ചുമ്മാരി അതുകൊണ്ട് അവർ തിരിച്ചരുന്നുണ്ടോ ചൊറിയാൻ? അല്ല അവന്മാർക്ക് കൊറേ നേരമായിട്ട് കൊണപ്പോണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇന്ന് പള്ളി ഇല്ലാന്ന് പറഞ്ഞാണ് ഞാൻ കേറിയത്. ചേട്ടന് വണ്ടി നിർത്തിച്ചതാ. ഇങ്ങോട്ട് പോകും കേട്ടോ. ഇവരെങ്ങനെയായപ്പോ ആ സിനിമ വരെ പുറത്തു പോയി. സത്യം ആവേശല്ല, വേറൊന്നും പറഞ്ഞില്ല. എല്ലാരും നീകനെ ഇന്ന് രംഗണ്ണ ട്രീറ്റ് രംഗണ്ണ അണ്ണാ വണ്ടി എന്റെ പട്ടി മോന നീ ട്രീറ്റ് ചെയ്യലടാ എന്നെ. അണ്ണാ നമ്മളെല്ലാരും രംഗണ്ണ കണ്ട് ഭയങ്കര പബ്ലിക്കായിട്ടൊക്കെ ഞാൻ ബിബി മോനെ നീ അമ്പാരാ. എടാ നിനക്ക് അമ്പാറോട് ചേരുവോ? എനക്ക് അമ്പാറോട് ചേർന്നത് പറഞ്ഞു കഴിഞ്ഞാ എനിക്കാണ്. അമ്പാറോട് കണ്ണപ്പേര് കണ്ണപ്പേരിന്റെ ഊമ്പാർന്ന് വിളിക്കും. പറഞ്ഞില്ലല്ലോ. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ചന്ദ്രന്റെ ചേട്ടനായി പോയില്ലേ? പറഞ്ഞു നീ ഉറപ്പായിട്ട് പറഞ്ഞു നല്ല പോലെ. വിളിച്ചു പറയാൻ പറ്റുമോ? പാട്ടി എടാ നീക ഇത് അമ്പാനായിട്ടാ മീശയൊക്കെ അമ്പാനായിട്ടാ.
കണ്ടാ നീ അമ്പ അടിച്ചാ മതി. എടാ ഞാൻ ബിബി ഞാൻ ലുക്ക് പറഞ്ഞിട്ട് ബിബി ആവട്ടെ ബിബി ആവട്ടെ ഞാൻ അമ്പാരാവാ ശരി ശരി എടാ മോനെ ഇത് ഇതെന്ന് ഏതായാലും ഗ്യാങ്ങിന്റെ വെക്കിട്ട് കയറും കൈ കിട്ടിയ വാക്കിട്ട് അടിക്കും എടുത്ത് പണ്ണു നമ്മളെ. ഓ ഇത് കൺഫേം എടാ നിന്റെ സൗണ്ട് ആയിട്ട് വിടറാ സൗണ്ട് ഓഫ് ആയി ഓഫ് ആൻഡ് ഓൺ അല്ല ഈ പയ്യൻ സിറ്റിക്ക് പുറത്തായില്ലായിരുന്നു അത് ഇപ്പൊ വന്ന അമ്പാൻ 2 ദിവസം കൂടി 2 ദിവസം കൂടെ ഉണ്ടല്ലേ അത് അവരെ അനലൈസ് ചെയ്യട്ടായോ ഫ്രണ്ടിന്ന് മാറുന്നില്ലടാ അങ്ങോട്ട് എടാ കേക്കുന്നില്ല കൃഷ്ണ. വോയിസ് സെറ്റ് ഓഫ് ആൻഡ് ഓൺ ആക്കാൻ പറയടാ അവനടുത്ത് അത് ഒന്ന് വോയിസ് ചാറ്റ് എടുത്തിട്ട് ഓൺ ഓഫ് ആക്കിയാ മതി. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഫ്രണ്ടിന്ന് 2 മൊണ്ണകളിൽ നിന്ന് ഡ്രസ് മാറണം. അല്ല ഞാൻ ആരാണ് ചന്ദ്ര? നീ നീ ഊമ്പാൻ നീ അമ്പാന്റെ അനിയെ ഞാൻ മറ്റേ അപ്പൂപ്പനായാലോ എന്താ പറയുന്നത്? അതാവുമ്പോ മിണ്ടണ്ടല്ലോ ഊമയല്ലേ. ചന്ദ്രു ഈ ഹാഫ് കൈ കോളർ ഉള്ള സാധനമല്ലേ അമ്പാനിടുന്നത് ഇങ്ങനത്തായിട്ടല്ലേ അമ്പാനിടുന്നത് അതന്നെ ചേലുണ്ട് എന്താണ് ഇങ്ങനല്ല മറ്റേ ജാക്കറ്റ് ഇട്ട് ബ്രൗൺ ജാക്കറ്റ് ഇട്ടാ പൊട്ടാ. ബ്രൗൺ ജാക്കറ്റ് ഇടാല്ലേ ബ്രൗൺ ജാക്കറ്റിനകത്തൊരു ഓ അണ്ണാ രംഗണ്ണ അണ്ണാ നോക്കണ്ടേ അമ്പാനെ അണ്ണേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ. ഇവന് രംഗണ്ണ ചേരുന്നില്ലല്ലേ ചന്ദ്രു? ചന്ദ്രൻ ഞാൻ പറഞ്ഞു ഇതല്ല ഒരു ഞാൻ ഇത് പറഞ്ഞ ആവിടുപ്പാണ്ട അത് നീട്ടേക്കല്ലേ ഇതാണാ അളി ഇടളിയാ ഇല്ല മോനെ അഡ്രസ് അയക്കാ ഗിഫ്റ്റ് അയക്കാനാണ് ബ്രോ എടാ മോനെ ഹാപ്പിയാണ് ബ്രോ താങ്ക് യു സോ മച്ച് സൂപ്പർ ചാറ്റ്. ഞാൻ ശാന്തന ഈ ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കുന്ന പയ്യന് താങ്ക് യു സോ മച്ച് ഫോർ ദ റുപ്പീസ്. എനിക്ക് 15 ഏജ് ഉള്ള തോക്കെടുത്താ നീ. ഓ ഇപ്പൊ എടുക്ക അയ്യോ ഒരു ഉറക്കം എനിക്ക് നല്ല ഉറക്കം മാറണമെങ്കിൽ എന്തെങ്കിലും സീൻ പറഞ്ഞ എന്താണ് ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരാ? എടാ മോനെ ചന്ദ്രു കറക്റ്റ് അമ്പാൻ. പക്ഷെ മീശ വേണം. അതിപ്പോ നമ്മള് പോയി വെക്കൂല, അത് വെക്കാനല്ലേ പോകുന്നത്. അല്ല ഇവിടെ ഉണ്ട് ഡെക്കൽസൺ അടുത്ത് വെയ്യ അങ്ങോട്ട്. അതിന്റെ തണ്ടാ ഇടയിലൊക്കെ എങ്ങനെയുണ്ട് സെറ്റ് അടിപൊളി. ബാക്കില് രംഗന്റെ പൂട നെഞ്ചിലെ പൂട കണ്ട എങ്ങണ്ട പൂടയാ നെഞ്ചിലെ എന്തൊക്കെ നിനക്ക് വേണം മീശ? മോനെ നോക്കി ഇങ്ങോട്ട് സംസാരിക്കണേ എടാ മോനെ. ഇത് രാവിലെ പഴങ്കഞ്ഞി കുടിച്ചിട്ട് വന്ന രംഗൻ. ആകെ ആൾക്ക് ഡയലോഗ് അറിയാം. എടാ മോനെ എടാ മോനെ ചന്ദ്ര കേക്കാവോ? ഹലോ എടാ മോനെ കേക്കടാ പറടാ. ഓ സെറ്റ് റൊണാൾഡോ എടാ നമ്മളിത്ര സീനാടാ മോനെ. എടാ നിന്നെ ആരാ തൊട്ടാ മോനെ? എന്നെ വാ ചോദിക്കാ വാ. ചേട്ടന്റെ അംബാനിയല്ല അമ്പാൻ പടം കണ്ടിട്ടാണാ ചന്ദ്ര ഇവിടെ അംബാനിയൊക്കെ വിളിച്ചോട്ടെ പയ്യൻ. അംബാനിയല്ലേ അറിയാതെ പേരാ? അംബാനിയല്ലേ? തന്നെ വെരി ഗുഡ് കാർത്തിക്കാണോ? നിന്നെ ആ സന്തോഷത്തിൽ വേണം ഇവിടെ. അത് നിനക്ക് വിടാൻ പറ്റത്തില്ല നീക. ഹലോ എലി പറ. ഓ നിനക്ക് സുഖമാണ്. ഞാൻ വെച്ച് നീ ചത്തന്ന് കുറച്ച് ദിവസം കാണായിരുന്നപ്പോ. ചാവത്തില്ല. ഓക്കെ പറ എന്ത് പറ്റി ഇപ്പൊ എന്താ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? അല്ല വാസണ്ണൻ ഇല്ലേ? വാസണ്ണൻ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ മറ്റേ കുക്കോട്ടൊക്കെ അല്ല മറ്റേ കുക്കോട്ടുള്ള സീനൊക്കെ അപ്പൊ മറ്റേ കൺമണിയൊക്കെ വന്നായിരുന്നു അറിഞ്ഞായിരുന്നോ വല്ലതും?
അവിടെ അവളുടെ കുറെ സീരിയൽ ഡയലോഗുകൾ അവളെ ഇതുവഴി നടക്കുന്നുണ്ടെന്ന് ആരാണ്ടൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. സീരിയൽ തടി അവള് വരട്ടെ എന്റെ മുമ്പിലോട്ട്. അവളുടെ പരിപാടി ഞാനിവിടെ രംഗണ്ണ രംഗണ്ണ ഉണ്ടോ? ആ കൊട്ടേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ രംഗണ്ണ ടീം ഇവിടെ റെഡിയാണ്. ഒരു കൊട്ടേഷൻ ആയിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ശരി Steve Varghese, thank you so much for the 20 US dollar. Thank you so much for the super chat, bro. Thank you so much for the super chat, bro. Thank you so much. ഇതാരാണ് ബിബിനാ? ബിബി, ഞാൻ ബിബി. ഈ ബിബിനാ പടത്ത് ഷിമ്മി പോലും ഇട്ടിട്ടില്ല. അബ്ബാ വേണ്ട. ഞാൻ എപ്പോഴും അതേ പറയത്തുള്ളൂ. എനിക്ക് അതേയുള്ള ഡയലോഗ്. രംഗച്ചേട്ടൻ എത്ര സെറ്റപ്പ്. എനിക്ക് ആ ഒറ്റ ഡയലോഗ് അറിയത്തുള്ളൂ. ആദ്യം നമ്മള് കോസ്റ്റ്യൂം മാറാനുണ്ട്. നമുക്ക് കുറച്ച് കൊട്ടേഷൻ ഒക്കെ എടുക്കണം കേട്ടോ. ഇന്ന് കുറച്ച് കൊട്ടേഷൻ ഒക്കെ എടുക്കണം. നല്ല പരിപാടി കൊട്ടേഷൻ. രംഗണ്ണൻ കൊട്ടേഷൻ എടുക്കണം. അതല്ല പരിപാടി. എടാ നമുക്ക് നൈസായിട്ട് ഇവിടെ അടുത്ത് വെച്ചിട്ട് കൊട്ടേഷൻ എടുത്താൽ എന്തിനു പറയണ? രംഗച്ചേട്ടാ ഇന്ന് ഞങ്ങൾ അടിച്ചു വിട്ടു. രംഗച്ചേട്ടാ മച്ചനെ അമ്മാനെ നീ മിണ്ടാണ്ടിക്കല്ലോ, നീ സംസാരിക്കണം. ഹലോ ഞാൻ മിണ്ടാണ്ടിരിക്കില്ല. ചന്ദ്ര ആദ്യം കോസ്റ്റ്യൂം ഇത് എന്ത് വേഷം തന്നെ പിടിക്കും. കോസ്റ്റ്യൂം പാട്ടാ അല്ലല്ല കോസ്റ്റ്യൂം മുടിയും കൂടെ കിട്ടിയാൽ മതി. നമ്മളല്ലല്ലോ കാണിക്കരുത്. കാലം സംസാരം കേട്ടാലേ പറയും ടിവിയിലുള്ള ചന്ദ്രബോസ് അല്ലടാ. അപ്പൊ ശരി. രംഗച്ചേട്ടാ രംഗം മാത്രം നാച്ചുറൽ ആട്ടോ. പക്ക കറക്റ്റ് രംഗം. മുടിയിൽ പോയി കഷണ്ടി മുടിയുണ്ട്. നീ അത് വെക്ക്. നീ രംഗച്ചേട്ടാ എനിക്ക് ഒരു ഹായ് അയക്കാമോ? എന്തിന് അണ്ണനാണെങ്കിൽ അണ്ണൻ പണ്ടൊരു തരിശു മൂവി മേടിച്ചായിരുന്നു അങ്ങ് പലയറ്റോയില്. അത് അണ്ണന്റെ മാമനാണെങ്കിൽ അണ്ണനെ പറ്റിച്ച് ഹലോ ചോദിക്കുന്നത് അണ്ണ രംഗണ്ണ ഇറങ്ങ്. രംഗണ്ണ അണ്ണന് വണ്ടി വിടാ. അണ്ണന് വണ്ടി വിട്. അണ്ണാ ചാളായി അണ്ണാ വണ്ടി കയറാൻ നോക്ക്. വണ്ടി അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞ അവനെ. വണ്ടി അണ്ണ പറഞ്ഞിട്ടില്ല. വണ്ടി രംഗനെ ഇപ്പൊ പോലീസ് ഉണ്ടെന്നാണ് ഡയറക്ടർ. പണേ ഇനി നീ ലോക്ക് ചെയ്തില്ല കൊന്നാളെ. ഇനി നീ ലോക്ക് ചെയ്ത അണ്ണ കൊല്ലും. രംഗചേട്ടാ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടായ ഇവിടെ കുറച്ച് ഏലി പറഞ്ഞാ രംഗചേട്ടാ അടിക്കട്ടെ. നിന്നോട് തുറക്കാൻ പറഞ്ഞ സംസാരിക്കാൻ. ഹലോ ഇവന് ഇവിടെ പേടിയില്ല ബ്രോ. അല്ല അണ്ണാ രംഗണ്ണൻ രംഗച്ചേട്ടാ ഇത്ര സെറ്റപ്പായത് എങ്ങനെയാ രംഗച്ചേട്ടാ? അമ്മാരെ വണ്ടി കയറി ഇതൊക്കെ കണ്ടില്ല എങ്ങനെയാണ് അണ്ണ സെറ്റപ്പ് ആയത്? ഇവൻ പറഞ്ഞിട്ട് കേൾക്കാൻ തന്നെ കൊന്നല്ലേ? കുഴപ്പമൊന്നുമില്ല. കുറെ നേരം പിന്നെ കുറെ നേരം ഇല്ല. രംഗച്ചേട്ടാ ഏലിയന്റെ മക്കളെ വീട്ടിൽ പോ സ്പേസിൽ പോണോ? ഇവിടെ സ്ഥലമില്ല ഭൂമിയില്. അപ്പൊ തന്നെ കെട്ടിടത്തോണ്ട് ഒന്നേക്കാണ് കുറെ എണ്ണം. രംഗച്ചേട്ടാ
അതെങ്ങനെ എന്റെ വെടി അമ്പാനെ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ അമ്പാനെ? ആര് വെടിച്ചേരാണ് കണ്ണാപ്പി അത് രംഗച്ചേട്ടൻ അമ്മാനെ വെടിച്ചേ അമ്മ തന്നെ അമ്മ ഹലോ ഹലോ മച്ചനെ കോസ്റ്റ്യൂമായില്ല മുടി വെട്ടണം. ഹലോ ഹലോ മച്ചനെ ഒരു കാര്യം പറയാനാ. അണ്ണാ ഇവനെ അങ്ങ് വേണ്ട മച്ചനെ മോനെ മച്ചനെ ഈ വണ്ടി തരടാ. ഷാളായി വേണ്ട അണ്ണാ രംഗണ്ണ പൗറാണില്ല അണ്ണ രംഗണ്ണ പൗറാണില്ല അമ്പാനെ ചാളായി അണ്ണാ ലോക്ക് അണ്ണ ലോക്ക് അണ്ണ വണ്ടി ലോക്ക് ചെയ്യണ അണ്ണ വണ്ടി ലോക്ക് അണ്ണ രംഗണ്ണനായിട്ട് ഏത് വണ്ടി നമ്മളെടുക്കാം? ഓ അമ്പാനെ അത് രംഗണ്ണ പണ്ട് തരിശുഭൂമി മേടിച്ചായിരുന്നു. രംഗണ്ണ ഒരു മണ്ടനായോണ്ട് അത് വേറെ ആരും എഴുതി മേടിച്ചു. സെറ്റപ്പ് ഒന്നും ആയില്ല. ഇപ്പോഴും ബാങ്ക് ബാലൻസ് എടുത്ത് കഴിഞ്ഞാൽ 1050 രൂപ. ഓ രംഗച്ചേട്ടൻ അങ്ങനെ സെറ്റപ്പ് ആയതാ. ആകെ വാടകയ്ക്ക് എടുത്ത് വെള്ളം പറഞ്ഞിട്ടില്ലടാ തുറകളാക്കോട്ടെ. വണ്ടി ഇറക്കുന്നില്ല. എടാ ഒന്നോട്ട് 5 രൂപ ഉണ്ട് അല്ലെങ്കിൽ അവനെ കൊന്നോളാം. അല്ല അല്ല രംഗണ്ണ പറ ഞാൻ എന്തിന് ഞാൻ ചുമ്മാ അണ്ണ തല്ലിരിക്കുമ്പോ വാടാടണ്ട കേട്ടാ. വണ്ടി പറയടാ നിന്നോട് എത്ര വട്ടം പറയുന്ന വണ്ടി ഇറക്കാൻ? നിനക്ക് അറിയില്ല രംഗനെ. തുറക്കടാ വണ്ടി. ചന്ദ്രൻ നമുക്ക് മറ്റേ ടർഫിലെ സീൻ റീക്രിയേറ്റ് ചെയ്യണം. 4 പിള്ളേരെ അവിടെ വാടകയ്ക്ക് പിടിച്ചെടുത്തിട്ടെ നമ്മളടിക്കാൻ അണ്ണ പറഞ്ഞത് മാത്രം വണ്ടി വിട്ടുവിടേ. കുറച്ച് ദിവസം കാണില്ല. ഇതാണ് എനിക്ക് എക്സാം എന്നെ അങ്ങോട്ട് എന്നെ ഒഴിവാക്കി ക്യാരക്ടർ കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ല. മോനെ ഇതൊക്കെ ഹലോ കേക്കാവോ സുഹൃത്തേ? ഹലോ നിനക്ക് സംസാരിക്കും നിനക്ക് വായില്ല നിനക്ക്. നിനക്ക് അവന്റെ ഭർത്ത അമ്പാനെ സംസാരിക്കാത്ത എന്ത് വണ്ടി തുറ. നീ സംസാരിക്കാത്ത എന്ത് രംഗണ്ണ വേണ്ട. അമ്പാനെ ഈ കട്ടോമാരുടെ വണ്ടി കേട്ട് രംഗണ്ണ ഇത്ര സെറ്റപ്പ് ആയത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം ഉത്തരം. ഇതാരി ഹലോ 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 കൂടുതൽ അങ്ങോട്ട് ബാക്കപ്പ് വിളിച്ചേ ബാക്കപ്പ് വിളിച്ചേ. ഹലോ മച്ചനെ കൂടുതലാണോടാ മച്ചനെ കൂടുതലാണോടാ? ഹലോ ഷാളായി അണ്ണാ ഷാളായി വണ്ടി വണ്ടി ഇറങ്ങ പേരെന്തിന് നിങ്ങൾ സംസാരിക്കൂലേ? ഹലോ സോറിയാ ഈ വണ്ടി എടുത്തോ സംസാരിക്കാറുണ്ട്. കുട്ടാ ഈ വണ്ടി എടുത്തോ. അണ്ണാ അടുത്തോ വന്നണ്ണ അണ്ണാ. ഹലോ ഊമാണല്ലോ ഇവർക്ക് വായില്ലേ? ഹലോ ഇല്ലല്ലോ ഇവര് സംസാരിക്കുന്നുണ്ടല്ലോ എനിക്ക് കേൾക്കാലോ. അണ്ണാ ഷാളായി അണ്ണാ അണ്ണന്റെ ഇഷ്ടം രംഗണ്ണ കേറ് രംഗണ്ണ കേറ്. ഈ റൊണാൾഡോ റൊണാൾഡോ എടാ വണ്ടി അണ്ണാ വണ്ടി അണ്ണ വണ്ടി ഉണ്ട്. ഞാൻ കളിക്കില്ല ഇങ്ങനെ ഞാൻ കളിക്കൂലേ മുകളിൽ വണ്ടി രംഗണ്ണ നമുക്കൊരു പാട്ടൊക്കെ പാടി കൊടുക്കാം. രംഗണ്ണ
രംഗണ്ണ പാട്ട് രംഗണ്ണ എത്ര സെറ്റപ്പ് ആയത് എങ്ങനെയാ? ലൊക്കേഷൻ മാർക്കിട്ടുണ്ട് അങ്ങോട്ട് ഇട്. രംഗണ്ണ രംഗണ്ണ പറയല്ലേ ഇതിപ്പോ ഈ രംഗണ്ണത്തിന് ഊമയാണാ ഇത് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞേക്കാം രംഗണ്ണ. അല്ലൊരു കൊത്തു മകനെ. ഡയലോഗ് പഠിക്കാൻ പോയാട്ടോ, ഡയലോഗ് സെർച്ച് ചെയ്യാൻ പോയാട്ടാ. പടം കാണാൻ പോയിട്ടുണ്ടോ? ആള് തിയേറ്ററിൽ ഇരുന്നാണ് ഇപ്പൊ കളിക്കുന്നത്. ആള് തിയേറ്റർ പ്രിന്റ് ഇരുന്ന് കാണും ഇപ്പൊ ഇരുന്ന്. ഓ അണ്ണന്ന് മുടി വെട്ടണം. സത്യം ഭയങ്കര ശോകമാണ്. സിറ്റിസൺ കമ്മ്യൂണിക്കേഷൻ കോപ്പറേറ്റ് ചെയ്തില്ല. എന്തിനാ RP ബാക്കി എല്ലാത്തിനും റൂൾ ഉണ്ട്. ഈ മൈക്ക് കൂടെ വേണം. സത്യം ബ്രോ പറഞ്ഞ കാര്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരും കോപ്പറേറ്റ് ചെയ്തില്ല. ഭയങ്കര മോശം കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ശാന്തം ഭയങ്കര മോശം ക്യാരക്ടർ. ശാന്തനാണെങ്കിൽ ഒരു സിമറാങ്ങ അങ്ങനെ ആളുടെ കാര്യമില്ലായിരുന്നു. രംഗണ്ണ എനിക്ക് ഒരാളെ ചെയ്യണം രംഗണ്ണ. ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് അയാളെ? അവനൊരു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കേ. എന്താണ് ചെയ്യണ്ടേ? അങ്ങോട്ട് അങ്ങോട്ട് വീശിയാലോ? വെട്ട് തുണ്ട ഒന്ന്, അതാണ് നമ്മുടെ പോളിസി. വെട്ടൊന്ന് തുണ്ടണ്ട്, അതാണ് നമ്മുടെ പോളിസി. ഇത് നോക്കളിയാ ചന്ദ്ര, ഇവനെ നോക്ക് കണ്ണാമി നോക്ക്. ആളി ഈ സാധനം ആളി കണ്ടി ഉടുപ്പെടുത്തെങ്കിൽ വന്നേ, നമുക്ക് 2 രംഗണം കളിക്കാം. വന്നേ കണ്ണാപ്പിയോടെ ഞാൻ ശാന്തൻ. കണ്ണാപ്പിയുടെ ശരിക്കും പോകും. സത്യടാ. എന്നിട്ട് മറ്റേ ഒരു കഷന്റെ പൊടിയുണ്ട്, അതൊക്കെ കഷന്റെ പൊടിയാക്കെ. ഹലോ ഹലോ എന്താണ്? തൊണ്ടടിച്ചു പോയിരിക്കുന്ന കുറച്ചു നേരത്തെ നമ്മളവിടെ നിന്നപ്പോഴത്തേക്ക് വന്നായിരുന്നില്ലേ മച്ചാ ഈ വണ്ടി കൊണ്ട് മുകളില്? കേട്ടില്ല. കിടന്നിട്ട് വണ്ടിയാണോ കിടന്ന? എന്നാ എടാ കൃഷ്ണ, ഈ വണ്ടി എങ്ങട്? അണ്ണ വേണ്ട പോണ. അതൊക്കെ പൂലോക തെറിയാണ്. നീ അവന് രംഗണ്ണനെ കൊണ്ടുപോകും. അപ്പൊ ഒരു സോറി ഉണ്ടോ? അല്ലെങ്കിൽ പ്രശ്നം പണ്ട് മാസം അടയ്ക്കാൻ വേണ്ടി ഹിന്ദിയിൽ മാക്കാ മറ്റേ പറഞ്ഞ ഓർമ്മയുണ്ടാ? പോയി പറഞ്ഞിട്ടാ അവൻ രംഗണ പോയിട്ടാ രംഗണ ക്യാപ്റ്റൻ ആയിട്ടില്ല. പോയി സോറി ഇതിങ്ങനെ പറയല്ല, അത് വേറെ വണ്ടി ഇടിച്ച് എന്ത് ചെയ്യണം? അണ്ണാ വല്ല പറ്റിയോ? അമ്പാനെ രംഗണ്ണ അമ്പാഞ്ചേട്ടൻ ഇല്ല കേട്ടോ ഇവിടെ. അമ്പാഞ്ചേട്ടൻ എന്ത് ചെയ്യണം? അളിയാ അമ്മാരില്ലെങ്കിൽ രംഗ റോളൊന്നുമില്ല.
അല്ല Last മാത്രമേ ഉള്ളൂ ഇനി. അമ്പചേട്ടാ രംഗച്ചേട്ടാ ഞാൻ അമ്പഞ്ചേട്ടൻ റോളിട്ടോട്ടെ അമ്പഞ്ചേട്ടൻ ഇല്ലാത്ത സമയത്ത് അത് അത് വേട്ടോ അത് വേണ്ടേ വേണം വേണം. നമ്മുടെ പയ്യൻ രംഗച്ചേട്ടൻ സോറി പറഞ്ഞ പയ്യൻ രംഗണ്ണൻ. വന്നു അമ്പഞ്ചേട്ടൻ ഇല്ലുമ്മീനാണ്ടി. അണ്ണ കഥ പറഞ്ഞില്ല അണ്ണ അമ്മാനെ. ശളായി ആ പറ കഥ പറ ആ കഥ പറ സത്യമായ എങ്ങനെ കഥ പറയാനാണെങ്കിൽ അങ്ങ് 7 വർഷം പുറകോട്ട് പോണ്ടി വരും. ആ, രംഗണ്ണൻ അടിച്ചോണ്ടിരുന്ന സമയത്ത് ആ. ഇന്ന് അടിച്ചോണ്ടിരുന്ന സമയത്ത് ജ്യൂസ് കട ജ്യൂസാ ജ്യൂസ് കടയിൽ ജ്യൂസ് അടിച്ചോണ്ടിരുന്ന സമയത്ത് രംഗണ്ണ അതാണ് കുലിക്കിയോടെ ഭയങ്കര പ്രയമായിരുന്നു ആർക്ക് അമ്പഞ്ചേട്ടനാണ് രംഗണ്ണന്. രംഗച്ചേട്ടൻ ഞാൻ ഒരു 5-6 വർഷമായില്ലേ ജോയിൻ ചെയ്തിട്ട്. അങ്ങനെ അണ്ണന് കുലിക്കിയോടെ ഭയങ്കര പ്രേമമായിരുന്നു. കേട്ടിട്ടോ അങ്ങനെ അണ്ണന്റെ ഇത് ഇതാണ് ചേസ് വരുന്നത്. അല്ല നമ്മുടെ അമ്മാനെ. അണ്ണ നമുക്ക് ഇരുന്ന് കേൾക്കാം അതാകുമ്പോഴത്തേക്ക് ഈ ആഫ്രോ ആരാണ്? അത് കൃഷ്ണൻ ഇതാണ് കൃഷ്ണൻ. അണ്ണ പറ നമ്മളെ നിൽക്കാം അവിടെ. ആ അണ്ണ ഞങ്ങൾ ഇവിടെ അണ്ണ അങ്ങനെ അണ്ണനെ സോറി എന്ന് പറയാൻ കാണാ എങ്ങനെ മുടായത് അമ്മാനെ. മൊടയാ അമ്മാനെ. പിള്ളേരെ പറഞ്ഞോട്. ആ അങ്ങനെ അണ്ണൻ ഒരു ദിവസം ജ്യൂസ് കടയിൽ കുലുക്കി അടിച്ചോണ്ടിരുന്ന സമയത്ത് അണ്ണനെ പണിയാനായിട്ട് അണ്ണ കഥ കൃഷ്ണ കഥ പറയട്ടെ ഒരു 7-8 ഗുണ്ടകൾ ഇങ്ങനെ വന്ന് അണ്ണന്റെ അടുത്ത് വന്നിട്ട് 4 കുലുക്കി ഓർഡർ ചെയ്തിരിക്കുന്നു. അണ്ണന് മനസ്സിലായി അണ്ണനെ പണിയാനാന്ന്. അണ്ണൻ എന്നാണ് അണ്ടർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അണ്ണന് വേറെ ആരില്ല, അണ്ണൻ ഒറ്റയ്ക്കായിരുന്നു. ആകെ അണ്ണന്റെ ഒരു സോഡ ഓപ്പണർ ഉണ്ട്. അണ്ണൻ നേരെ ഫ്രിഡ്ജിന്ന് ആ സോഡ കുപ്പി എടുത്ത് അവന്മാരുടെ ഫ്രണ്ടിൽ കൊണ്ട് സോഡ പൊട്ടിച്ചിട്ട് അണ്ണ ഒരു പറച്ചില് പറഞ്ഞു, എടാ നായിന്റെ പട്ടി മോനെ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കില്ലെന്ന് പറഞ്ഞ് രംഗണ്ണൻ അവന്മാരുടെ മണ്ടയ്ക്കൂടെ എല്ലാരെയും ഇടിച്ച് അതിന്റെ അവന്മാരെ കുനിച്ച് നിർത്തി അവന്മാരുടെ മണ്ടയ്ക്കൂടെ ചാടി ഇങ്ങനെ ചാടി വന്ന അവന്മാരുടെ നേതാവിന്റെ കഴുത്തിട്ട് കുത്തി അങ്ങനെ രംഗണ്ണൻ അവിടുത്തെ വലിയ സെറ്റപ്പായി. അല്ല ഇത് പിള്ളേരെ അടുത്ത കൊട്ടേഷൻ ഉണ്ടോ? അപ്പൊ അണ്ണ അന്നത് അണ്ണ കുലുക്കിക്കട വിട്ടിട്ട് പിന്നെ അണ്ണ ഇറങ്ങി കൊട്ടേഷൻ തുടങ്ങിയ. പക്ഷെ അപ്പോഴും അണ്ണ നിങ്ങൾ വിചാരിക്കുന്നതല്ല കഥ പോയത്. അപ്പോഴും അണ്ണനെ പോലീസ് കേസ് വന്നു. അപ്പം ബോംബെയിലുള്ള ഷെട്ടി അണ്ണനെ കാണാൻ വന്ന്. ബോംബെയിലുള്ള ഷെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൺ ആണോ? വലിയ ഡോൺ ബോംബെയിലെ ഷെട്ടി. അങ്ങനെ കുലുക്കി അടിച്ചോണ്ടിരുന്ന അണ്ണൻ അതിന് പകരം ഷെഡിയുടെ കൂടെ ഷെഡിയുടെ അടിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഷെഡിയുടെ വലങ്കൈയായിട്ട് നമ്മുടെ രംഗണ്ണൻ. അമ്മാരെ ക്ലിയർ ആയിട്ട് പറഞ്ഞോട് പിള്ളേർക്ക്. അപ്പൊ ഷെഡിയുടെ വലങ്കൈ അണ്ണ ആവുന്നു. ഷെഡിയുടെ വലങ്കൈയായിട്ട് നമ്മുടെ രംഗണ്ണൻ. അങ്ങനെ ഷെഡിയുടെ വലങ്കൈയായിരുന്ന അണ്ണന്റെ അമ്മാവൻ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു തരിശു ഭൂമിയുണ്ട്, ഇത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. രംഗണ്ണന്റെ പേര് ശരിക്കും പേര് തങ്കനല്ലേ? ആളുടെ പേര് ശരിക്കും അച്ഛന്റെ പേര് തങ്കച്ചൻ എന്നായിരുന്നു. തങ്കച്ചൻ. അപ്പൊ അച്ഛൻ ജനിച്ചപ്പോഴേ അണ്ണന് പേരിട്ട് തങ്കൻ എന്ന് പേരിട്ട്. ഷെട്ടിയോടാണെന്ന് ആള് മറ്റേ തരിശു ഭൂമി മേടിച്ച് ശരിക്കും തങ്കനായി. ആ ഭൂമിക്ക് വില പറയാനായിട്ട് വിൽക്കാനും പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. തങ്കനായ ആളന്ന് ശരിക്കും. അതുവരെ ആളുടെ ഒരു തങ്കൻ തന്നെയായിരുന്നു രംഗണ്ണൻ. ഇപ്പൊ നമ്മള് ഹൈപ്പിനൊക്കെ പറയുന്നത്. അങ്ങനെ എന്റെ രംഗണ്ണൻ ഷെഡിയുടെ കൂടെ നിന്ന് ഇത് ഇതാരാണ് സ്പീക്കറാ? ഒരു ആവശ്യമുണ്ട് രംഗഞ്ചേട്ടാ, ഒന്ന് വരുമോ? കള്ളം തരുന്നില്ല. എടാ മോനെ, പിള്ളേരെ വണ്ടി കയറി. ഇന്നൊരു അടിയുണ്ട്. മോനെ വണ്ടി കയറാ. പട്ടി മോനെ വണ്ടി കയറി. അണ്ണേ വണ്ടി
ചെറുക്കൻ ഞായറാഴ്ച വിടറാ അണ്ണ പറഞ്ഞിട്ടില്ലേ തീർക്കട്ടെ രംഗണ്ണ ടയർ പോയി ടയർ പോയി ടയർ വേറെ ടയർ പോയി എങ്ങനെയാണ് ടയർ വേറെ ടയർ പോയി എടാ നീ വേറെ വണ്ടിയാ നീ വേറെ വണ്ടിയാ എടാ നീ വേറെ അയ്യോ അയ്യോ എടാ എടാ നീ എവിടെ ഇറങ്ങണേ കുട്ട വണ്ടിക്കാറ് അമ്മാനെ അടിച്ചോളേ അമ്മാനെ എങ്ങനെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ആ അടിച്ചോ പിള്ളേരുടെ ഫസ്റ്റ് അടിയല്ലേ അടി ഇറങ്ങി എങ്ങണ്ണാ അമ്മാനെ അടിയവരെ ആളെ കൊല്ലല്ലേ 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 പ്രത്യേകിച്ച് ആളെ കൊല്ലല്ലേ അവനൊന്ന് കിട്ടണം എനിക്ക് വണ്ടിയുടെ ഇന്ന് അവനെ കുത്തി 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 ഇറങ്ങി ഇറങ്ങി അണ്ണാ അവനെ എഫൈറ്റ് അടിച്ചണ്ണാ അണ്ണാ എടാ മോനെ നീ എന്താടാ മാസാണോ അവനെ എഫൈറ്റ് അടിച്ചണ്ണാ എടാ മോനെ നിനക്ക് വണ്ടി കിട്ടിയില്ലേ ഹാപ്പി അല്ലേ നീ എടാ മോനെ ഹാപ്പി അല്ലടാ ഹാപ്പി എടാ മോനെ ഹാപ്പി അല്ലേ എടാ മോനെ അണ്ണാ അറിഞ്ഞ അണ്ണാ ഒന്ന് അനങ്ങാൻ നിക്കോ എന്റെ ഒരു സന്തോഷത്തിന് ഓ അനങ്ങാനാ അനങ്ങാ വെക്കാനാ രംഗണ്ണ പോലീസ് നമ്മൾ ഡീൽ ചെയ്യുന്ന ഡീൽ ചെയ്യണം അതൊന്നും ഡീൽ ചെയ്യണം അണ്ണാ എടാ പോരാ അണ്ണൻ വക്കീലും കൊണ്ട് വരാം നിങ്ങൾ ഡീലേ അണ്ണൻ വക്കീലും കൊണ്ട് വരാം നിങ്ങൾ ഡീലേ സാറേ രംഗന്റെ പിള്ളേരാണ് രംഗണ്ണനാണ് രംഗന്റെ പിള്ളേരാണ് സാറേ നമ്മ രംഗണ്ണന്റെ പിള്ളേരാ സാറേ ഇത് ബിബിമോൻ ഇത് അമ്പാൻ ഇത് ശാന്തൻ എല്ലാരും ഉണ്ട് അണ്ണൻ രംഗണ്ണ ഫ്രണ്ടില് സാറ് പറഞ്ഞ കേട്ടൂടാ സാറെല്ലാം പറയുന്നുണ്ടോ വണ്ടി അടിച്ച് പൊട്ടി ചോടുന്നില്ല വണ്ടി എടാ മോനെ അത് കൊണ്ട് വല്ല വർക്ക്ഷോപ്പിൽ കേട്ടറാ മോനെ മോനെ നീ എല്ലാം അങ്ങോട്ട് പോ മോനെ അമ്മാനെ കണ്ടുകൊട് രംഗണ്ണ കൊടുക്കാം പൈസ തരും അമ്മാനെ രംഗണ്ണ അമ്പാന്റെ ആഗ്രഹമാണ് രംഗണ്ണ പോലീസ് വണ്ടി യാത്ര ചെയ്യണമെന്ന് അമ്മാനെ ഇറങ്ങാൻ മോനെ ആ രംഗണ്ണ പറഞ്ഞാ പിന്നെ രംഗണ്ണ അത്ര ഉള്ളടാ സാറേ അമ്പാനെ വണ്ടി ഒന്ന് വേണം അമ്പാനെ ആ വണ്ടി ഒന്ന് വേണം രംഗണ്ണ ഷാളായി ആ അമ്പാനിപ്പോ സാറേ എന്താ സാറേ സാറേ ഇത് രംഗണ്ണന്റെ പിള്ളേരാണ് വേണ്ട ഇപ്പൊ വേണ്ട അമ്മാനെ ടൈം ആയിട്ടില്ല ഇപ്പൊ വേണ്ട ബിബിനെ വണ്ടി കയറ് വണ്ടി ശരിക്കും പൈസ ഒരു 4000 വണ്ടി തുറക്കാൻ നോക്കേണ്ട ആവശ്യം എന്താ ഈ കണ്ണെടുത്താക്കാൻ പറഞ്ഞില്ലേ ഒരു വട്ടം പറഞ്ഞില്ലേ അമ്മാനെ സാറേ അമ്പാനാണേ സാറേ ആരാണല്ലേ രംഗണ്ണന്റെ പിള്ളേരാ ചെയ്ത് കളയും അറിയാലോ സാറേ നോക്കി കണ്ടൊക്കെ നടക്കുക കേട്ടാ സാറേ തല ഉണ്ടാവില്ല സാറേ രംഗണ്ണ തല ഉണ്ടാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ഉണ്ടത് രംഗണ്ണ ഇച്ചിരി സീനാണ് എടാ മോനെ നീ ഇനി ബാക്കിലൊന്നും ഉണ്ടല്ലോ നിന്നെ ഇനി ആ കാര്യം പറ്റും ഇനി നമുക്ക് റോള് ചേഞ്ച് ചെയ്യാം ഇനി നമുക്ക് റോള് ചേഞ്ച് ചെയ്യാം ഇത്ര വലിയ പ്രശ്നം എഴുതിക്ക് നമുക്ക് റോള് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ റോള് ഓ ഇവന്മാർക്ക് എന്തൊരു കളക്കണം ഇവർ സെക്യൂരിറ്റി ആണ് നമ്മുടെ അല്ല ഇവന്മാര് മറ്റേ വള്ളി ഉണ്ടാക്കാനായിട്ട് മറ്റേ ഇങ്ങനത്തെ തിടുക്കം വിട്ട് കിടക്കുന്ന മോനെ പറടാ മോനെ എത്ര വയസ്സായി അമ്പാനെ സോറി പറഞ്ഞൂടെ സോറി പറഞ്ഞ മോനെ
നീ അങ്ങോട്ട് ഡിസ്റ്റർബ് രംഗണ്ണ ഡോറ് പോയി സോറിയേ സോറിയടാ സോറി അത് അല്ലേ രംഗണ്ണൻ അതൊരു പ്രശ്നമല്ല. ഈ വണ്ടിക്ക് സാറേ നോക്കി ഇങ്ങോട്ടൊക്കെ നടക്കും സാറേ, തല കാണില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രംഗണ്ണ സീനാവൂലേ? ഏയ് എന്തിന് രംഗണ്ണൻ എന്ത് സീന്? ഇനി ഇത്ര വലിയ വിശ്വാസിക്ക് നമുക്ക് ഡ്രസ് അങ്ങ് വരി ചന്ദ്രനെ തരാം. കുറച്ചേരം ചന്ദ്രൻ ഞങ്ങളുടെ ഞാൻ മറ്റേ അമ്പ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, അങ്ങനെ മോശമാണ്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, അങ്ങനെ മോശമാണ്. അല്ല അന്ന് എനിക്കൊന്ന് ഡ്രസ് മാറണം. ഡ്രസ് മാറ്റണം രംഗണ്ണ. എന്തിന്? ബ്ലാക്ക് ഇടണം. അത് പറ്റില്ല, അത് പറ്റില്ല. അത് ക്ലൈമാക്സിലാണ്. ക്ലൈമാക്സ് ആയിട്ടില്ല, ഇന്റർവ്യൂ പോലും ആയിട്ടില്ല. ഇങ്ങനെ പോയ അണ്ണനെ ഉണ്ടാവില്ല, അണ്ണനെ കൊണ്ടുപോകും. അടിച്ച മുട്ടി കയറാടാ. അടുത്ത നാർക്കോസൻ ചൊറിയാണ്. നമുക്ക് ഒന്ന് അടിയായിരുന്നു കേട്ടാ. ഷൊണ്ണത്തൂർ മെസ്സേജ് 54 മറ്റേ സെന്റ് മെസ്സേജ് സ്റ്റിക്കർ ഷൊണ്ണത്തൂരോടെ ചോദിച്ചോക്ക്. എന്ത് സ്റ്റിക്കർ അയച്ചു? ഷൊണ്ണത്തൂര് പോസ്റ്റർ അടിച്ചോടെ ഇരിക്കുന്ന കണക്കൊരു സ്റ്റിക്കർ. എവിടെ? എടാ എനിക്ക് അയച്ചേടാവേ. അല്ല അവൻ ഇറങ്ങുന്നല്ലേ പറഞ്ഞത്? ആണോ അങ്ങനെ പറഞ്ഞതാ? ഓ ഞാൻ എന്നെ ഇവിടെ വഴിയിൽ വിട്ടിട്ട് കണ്ടവനെ തല്ലിക്കൊന്നിട്ട് തിരിച്ചു പോലും നോക്കിയില്ല. കണ്ടില്ലടാ, കണ്ടില്ല. ഞാൻ പറയണ്ടേ, അറിഞ്ഞില്ല. എങ്ങനെ പിള്ളേർ താഴ്ത്തി അമ്പത്തൂരെ കഥ കേൾക്കുന്നതിനാണോ ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പോഴും? ചെയ്യാൻ ടൈം രംഗണ്ണൻ പോയി ചന്ദ്ര. രംഗണ്ണൻ കത്തിയാ? രംഗണ്ണൻ പോയി. രംഗണ്ണൻ ആരോടും തോൽക്കാനിത് വരുതി അമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലോട്ടും സ്നേഹം നീയേ മടിയിൽ താരാട്ടായി നിന്നെ കരയാ കണ്ണീരില്ല കണ്ണീരത്താൻ ആരും പേരണ്ട പണിയും ചെപ്പിൽ പോലെ ആരും പേരണ്ട ബിജി മേടിക്കാൻ പറ്റണം മിക്കവാറും. ആണല്ലേ? ആ